ഭക്തന്റെ വികാരവും വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവുമാണ് ശബരിമല. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വിശ്വാസത്തെക്കാൾ കൂടുതൽ ശബരിമല വാർത്തകളിൽ നിറയുന്നത് അഴിമതികളുടെയും ക്രമക്കേടുകളുടെയും പേരിലാണ്. യുവതി പ്രവേശനം മുതൽ സ്വർണ്ണക്കൊള്ള വരെ, അരവണയിലെ വിഷാംശം മുതൽ അയ്യപ്പ സംഗമത്തിലെ കണക്ക് പിള്ളേരുടെ കള്ളക്കളി വരെ നീളുന്ന ഒരു വലിയ പരമ്പര തന്നെ ഇവിടെ അരങ്ങേറുകയാണ്. ഭക്തരുടെ വിയർപ്പിന്റെ പണം എങ്ങനെയാണ് ചിലർ ചേർന്ന് പങ്കിട്ടെടുക്കുന്നത്? ശബരിമലയെ ഒരു രാഷ്ട്രീയ ആയുധമായും സാമ്പത്തിക സ്രോതസ്സുമായും മാറ്റുന്നത് ആരാണ്? കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ശബരിമല എപ്പോഴും ഒരു തുറുപ്പുചീട്ടാണ്. ഓരോ തവണയും വോട്ടെടുപ്പ് അടുക്കുമ്പോഴും ശബരിമല ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുവതി പ്രവേശനമായിരുന്നു വിഷയമെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് സ്വർണ്ണക്കൊള്ളയായി മാറി. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല തന്നെയായിരിക്കും താരം. സുപ്രീം കോടതിയുടെ യുവതി പ്രവേശന വിധിയിലെ പുനഃപരിശോധന ഹർജികൾ പരിഗണിക്കുന്നതും തെരഞ്ഞെടുപ്പ് കാലത്തായിരിക്കും എന്നത് ഈ വിഷയത്തെ വീണ്ടും സജീവമാക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള വാർത്തകൾ കേരളത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു. ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡന്റ്, കമ്മീഷണർ തുടങ്ങിയ ഉന്നതർ പോലും ഈ കേസിൽ അന്വേഷണം നേരിടുന്നുണ്ട്. തന്ത്രിയെ വരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഈ കേസിൽ ഉണ്ടായി. എന്നാൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്നാരോപിച്ച പ്രതിപക്ഷം പലപ്പോഴും രംഗത്തെത്തിയിട്ടുമുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും വാതിലുകളിൽ നിന്നും സ്വർണം കടത്തി എന്ന പരാതിയിൽ ഇപ്പോഴും ലാബ് പരിശോധനകൾ നടക്കുകയാണ്. ഭക്തർ സമർപ്പിക്കുന്ന പൊന്നും പണവും എവിടെ പോകുന്നു എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരവുമില്ല. ഭക്തർ ഏറ്റവും പവിത്രമായി കാണുന്ന ശബരിമലയിലെ അരവണയിലും അപ്പത്തിലും പോലും അഴിമതികളുടെയും അനാസ്ഥകളുടെയും കറ പുരണ്ടിരിക്കുകയാണ്. 2023 അരവണയുണ്ടാക്കാൻ ഉപയോഗിച്ച ഏലക്കയിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയത് വലിയ വിവാദമായിരുന്നു. ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് അരവണ വിതരണം നിർത്തിവെക്കേണ്ടി വരെ വന്നു. അരി വാങ്ങുന്നതിലെ ക്രമക്കേട് കാരണം അപ്പത്തിന്റെ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രസാദം പോലും വൃത്തിയായി നൽകാൻ കഴിയാത്ത ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും പരാജയമാണ് ഇവിടെ തെളിയുന്നത്. അടുത്തിടെ നടന്നു വന്ന ഏറ്റവും വലിയ വിവാദം ട്രാവൻകൂർ ദേവസ്വം ബോർഡ് നടത്തിയ ഗ്ലോബൽ അയ്യപ്പ സംഗമമാണ്. ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ എന്ന പേരിൽ നടത്തിയ ഈ പരിപാടി സത്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു പൊറാട്ട് നാടകമായിരുന്നു എന്ന് പലരും ആരോപിക്കുന്നു. സ്പോൺസർഷിപ്പ് വഴി മാത്രമേ പണം കണ്ടെത്തൂ എന്ന് പറഞ്ഞിരുന്ന പരിപാടിക്ക് കോടികളാണ് ചെലവായത്. ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ബോർഡിന്റെ പല കള്ളത്തരങ്ങളും വെളിച്ചത്തുമായി. യാതൊരു ടെൻഡറും വിളിക്കാതെയാണ് അയ്യപ്പ സംഗമത്തിന്റെ കരാർ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കീഴിലുള്ള കമ്പനിക്ക് നൽകിയത്. 3 കോടി രൂപയ്ക്ക് നടത്താമെന്ന് പറഞ്ഞ പരിപാടിക്ക് പിന്നീട് 8 കോടിയുടെ കരാർ ഒപ്പിട്ടു. പരിപാടി കഴിഞ്ഞപ്പോൾ കമ്പനി നൽകിയത് 7 കോടിയുടെ ബില്ലാണ്. എന്നാൽ ബോർഡ് പറയുന്നത് 5 കോടി മാത്രമേ നൽകൂ എന്നാണ്. ഇത്ര വലിയ തുകയുടെ വ്യത്യാസം ബില്ലുകളിൽ വന്നിട്ടും കമ്പനി കേസിന് പോകുന്നില്ലെങ്കിൽ അതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? അഴിമതിയുടെ വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെ ഇതിന് പിന്നിലുണ്ടെന്ന് വ്യക്തം. അയ്യപ്പ സംഗമത്തിനെത്തിയ ഗസ്റ്റുകൾക്ക് താമസിക്കാൻ പമ്പയിലും പരിസരത്തും റൂമുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മുറികൾ ബുക്ക് ചെയ്ത് കുമരകത്തും മൂന്നാറിലും ഒക്കെയാണ്. ഇതിനായി മാത്രം 37 ലക്ഷം രൂപ ചെലവാക്കി. ടാക്സി ബില്ലായി 7.5 ലക്ഷം രൂപയും കൾച്ചറൽ പരിപാടികൾക്ക് ബഡ്ജറ്റിനേക്കാൾ 4 ഇരട്ടി പണവും ചെലവാക്കി. പരിപാടിയിൽ പങ്കെടുക്കാത്ത ഗായകർക്ക് ലക്ഷങ്ങൾ നൽകിയതായി ബില്ല് കാണിച്ചതും വലിയ ക്രമക്കേട് തന്നെയാണ്. ഭക്തർക്ക് ടോയ്ലറ്റ് സൗകര്യം പോലും നൽകാത്ത ബോർഡാണ് ഈ രീതിയിൽ പണം ധൂർത്തടിക്കുന്നത്. ശബരിമലയിലെ ഓരോ പ്രശ്നവും ഗൗരവകരമാണ്. സ്വർണ്ണക്കൊള്ളയും നെയ്യിലെ തിരുമറിയും യുവതി പ്രവേശനവുമെല്ലാം വിശ്വാസികളെ വേദനിപ്പിക്കുന്നുമുണ്ട്. ദേവസ്വം ബോർഡ് ഒരു സ്വയംഭരണ സ്ഥാപനമാണെന്ന് പറഞ്ഞ് കൈ കഴുകാൻ സർക്കാരിന് കഴിയില്ല. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ പുറത്തു കൊണ്ടുവരികയും ശബരിമലയിലെ അഴിമതി വിമുക്തമാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഭക്തരുടെ വിശ്വാസത്തെ വിൽക്കാൻ വെച്ചിരിക്കുന്നവർക്ക് തിരിച്ചടി നൽകേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ശബരിമല സംരക്ഷിക്കാൻ നമ്മൾ ഒന്നിച്ചു തന്നെ നിൽക്കണം.